നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ തോട്ടത്തിലെ ബന്ദി. ഇതാണ്ടോ, ഇത് ഓറഞ്ച് കളറ്, ഇതാ അവിടെ ബന്ദി വെച്ചിട്ടുണ്ട്, മഞ്ഞ കളർ വെച്ചിട്ടുണ്ട്. അപ്പം പണ്ടൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ബന്ദി ധാരാളം ഉണ്ടായിരുന്നു അല്ലേ. ഈ ഒരു ബന്ദി പൂ വിരിയും, അതിലൊന്ന് നമ്മൾ വിത്ത് വെച്ച് അവിടെ ഇവിടെ ആയിട്ടിടും, അതിലൊന്ന് തൈകൾ പൊടിക്കും, വീണ്ടും മുറ്റത്ത് നിറയെ ബന്ദി, അങ്ങനെ നമ്മുടെ മുറ്റത്ത് ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് കിട്ടുന്നത് കൂടുതലും ഹൈബ്രിഡ് ബന്ദികളാണ്. നമ്മൾ ഈ ഓണക്കാലം വരുമ്പോഴല്ലേ ബന്ദി കൂടുതലും നടുന്നത്. അപ്പം അത് ഹൈബ്രിഡ് വിത്തുകളിൽ നിന്നുള്ള തൈകളായത് തന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിത്തെടുത്ത് നടുമ്പോൾ അതിലൊന്നും നമുക്ക് അത്രയ്ക്ക് നല്ലതായിട്ടുള്ള ബന്ദി ചെടികൾ പിന്നെ കിട്ടാറില്ല. അപ്പം അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും നമ്മളെ വീട്ടുമുറ്റത്ത് ബന്ദി വളർത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ബന്ദിയുടെ തലപ്പ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് മുളപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു മാർഗമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു ചെടിയിൽ ഇപ്പം എല്ലാത്തിനും ഇങ്ങനെ വരണമെന്നില്ല, ചില ചെടികളിൽ ഇത് ഇങ്ങനെ ധാരാളം വേരുകൾ കാണാം. അപ്പം അങ്ങനെ വരുന്നതിന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് എത്ര തൈ എത്ര ശാഖയുണ്ടോ, വേരുള്ള ശാഖകളുണ്ടോ, അതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. കണ്ടോ, ഒരെണ്ണത്തിൽ നിന്ന് എത്ര തൈകൾ നമുക്ക് കിട്ടുന്നു എന്ന് കണ്ടോ. ഇത്രയും തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തൈകളായില്ലേ, ഇത് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് നട്ടുപിടിപ്പിക്കുന്നു. അത് വീണ്ടും തൈകളാവുന്നു. അതിലും നമുക്ക് ഇതുപോലെ വേരുള്ള തൈകൾ, ബ്രാഞ്ചസ് വരികയാണെങ്കിൽ അതും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് എപ്പോഴും ബന്ദി ഉണ്ടാവും. എങ്ങനെയുണ്ട് ഐഡിയ? നമ്മുടെ ബന്ദി തൈകൾ ഇങ്ങനെ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് പല ചെടികൾ ഉണ്ടാക്കുന്ന ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. നമ്മുടെ ബന്ദി തൈകൾ മൾട്ടിപ്പിൾ ചെയ്യുന്ന, ഇരട്ടിപ്പിക്കുന്ന വിദ്യ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ആക്കിയാൽ നമ്മുടെ തോട്ടത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോ കാണാനും സാധിക്കും. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബൈ.